നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അന്തരിച്ചു. എന്തുകൊണ്ടാണ് 10 വർഷം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർന്നത്? 2004 മുതൽ 2014 വരെ മറ്റൊരു ചോയ്സും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നില്ലേ? മൻമോഹൻ സിംഗ് വിടവാങ്ങുമ്പോഴെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. 2012 ശേഷം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിലനിർത്തണോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ള കാര്യം ഇന്നാർക്കും അത്രയ്ക്ക് അറിയില്ല. 2012 കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ 2 ഓപ്ഷനുകൾ മുന്നോട്ട് വച്ചിരുന്നു. മൻമോഹൻ സിംഗിനെ 2014 ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അതിനു പകരം ഒന്നുകിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയോ അല്ലെങ്കിൽ പ്രണബ് കുമാർ മുഖർജിയെ പ്രധാനമന്ത്രിയാക്കുകയോ വേണമെന്നായിരുന്നു കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം അന്ന് ആവശ്യപ്പെട്ടത്. കാരണം 2012 പ്രണബ് കുമാർ മുഖർജിയെ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. എന്നാൽ മുഖർജിയെ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്കല്ല, മറിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് പരിഗണിക്കേണ്ടതെന്നും 8 വർഷം പൂർത്തിയായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം സോണിയാഗാന്ധിയോട് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം 4-5 ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്ന മൻമോഹൻ സിംഗിന് അന്ന് പ്രവർത്തിക്കാനൊന്നും അത്ര പറ്റിയ ആരോഗ്യസ്ഥിതി ആയിരുന്നില്ല. എന്നാൽ സോണിയാഗാന്ധി നിഷ്കരുണം ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകട്ടെ എന്നുള്ള ആവശ്യവും തൽക്കാലം അവർ മാറ്റിവെച്ചു. എന്നിട്ട് പ്രണബ് കുമാർ മുഖർജിയെ ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അത് കോൺഗ്രസിന് പറ്റിയ വലിയൊരു തെറ്റായിരുന്നു എന്നാണ് പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ പലരും തിരിച്ചറിഞ്ഞതും പലരും തുറന്നു പറഞ്ഞതും. എന്തിന്? മണിശങ്കർ അയ്യരെ പോലുള്ള ആളുകൾ മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള PJ കുര്യനും KV തോമസും അടക്കമുള്ള ആളുകൾ പ്രണബ് കുമാർ മുഖർജിയെ 2012 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാതിരുന്നത് തെറ്റായിപ്പോയെന്നും അങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ 2014 ദയനീയമായ ആ തോൽവി, 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയമായ ആ തോൽവി ഒഴിവാക്കാമായിരുന്നുവെന്നാണ് പലരും പറയുന്നത്. പല സീനിയർ നേതാക്കളും മണിശങ്കർ അയ്യർ, അതുപോലെ തന്നെ കപിൽ സിബാൽ തുടങ്ങിയ ആളുകളെല്ലാം, അന്നത്തെ പ്രമുഖ നേതാക്കളെല്ലാം, ഗുലാം നബി ആസാദ്, മനീഷ് തിവാരി തുടങ്ങിയ നേതാക്കളെല്ലാം പ്രണബ് കുമാർ മുഖർജിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ആശയക്കാരായിരുന്നു. ഇവരെല്ലാം അത് സോണിയാഗാന്ധിക്ക് മുന്നിൽ പറയുകയും ചെയ്തു. എന്നാൽ സോണിയാഗാന്ധി ആകട്ടെ ഒരു കാരണവശാലും മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റി മുഖർജിയെ കൊണ്ടുവരാൻ തയ്യാറായിരുന്നില്ല. കാരണം മുഖർജിയോട് ഒരിക്കലും നെഹ്റു കുടുംബത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. 1980-84 കാലത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു പ്രണബ് കുമാർ മുഖർജി. അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ, അന്ന് ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ ക്യാബിനറ്റിലെ ഏറ്റവും ശക്തനായ നേതാവ് പ്രണബ് കുമാർ മുഖർജിയായിരുന്നു. ഏറ്റവും മികച്ച ഭരണപരിചയം, മികച്ച രാഷ്ട്രതന്ത്രജ്ഞൻ, മികച്ച രാഷ്ട്രീയക്കാരൻ, ഇതെല്ലാം മേലങ്കയുമുള്ള പ്രണബ് കുമാർ മുഖർജിയെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, മൻമോഹൻ സിംഗ് 2014 വരെ തുടരട്ടെ എന്നവർ തീരുമാനിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗ് 2014 വരെ തുടർന്നതാണ് കോൺഗ്രസിന് 2014 വലിയ തിരിച്ചടി. എന്ന് വെച്ചാൽ കേവലം 44 സീറ്റുകൾ മാത്രമാണ് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത്. മാത്രമല്ല 3-2 ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി അധികാരത്തിലെത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണ് പ്രണബ് കുമാർ മുഖർജിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ മൻമോഹൻ സിംഗിനെ നിലനിർത്തിയെന്നുള്ള ചോദ്യത്തിന് പല ഉത്തരവും പല ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞെങ്കിലും കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ വലിയ ഒരു മണ്ടത്തരങ്ങളിലൊന്നായി ഇപ്പോഴും അത് അവശേഷിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. മൻമോഹൻ സിംഗ് മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, മികച്ച ബ്യൂറോക്രാറ്റാണ്, മികച്ച പ്രതിച്ഛായയുള്ളതാണ്. പക്ഷേ അദ്ദേഹം മികച്ച രാഷ്ട്രീയക്കാരനായിരുന്നില്ല എന്നും പ്രണബ് കുമാർ മുഖർജിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ 2014 ആ തോൽവി ഒഴിവാക്കാമായിരുന്നുവെന്നും ഇന്നും പലരും കരുതുന്നു. നെഹ്റു കുടുംബത്തിന് പ്രണബ് കുമാർ മുഖർജിയോടുള്ള എതിർപ്പ് മാത്രമായിരുന്നു അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള പ്രധാന കാരണം.